പത്തനംതിട്ടയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തി. കളഞ്ഞൂർ ഒന്നാം കുറ്റിയിലാണ് സംഭവം. കഞ്ചോട് മനുവാണ് കൊല്ലപ്പെട്ടത്. സുഹൃത്ത് ശിവപ്രസാദിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശശിനാരായണൻ അല്പസമയത്തിനകം ചേരും. പത്തനംതിട്ടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പത്തനംതിട്ടയിലെ കളഞ്ഞൂർ ഒന്നാം കുറ്റിയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മദ്യപാനത്തിനിടയിലാണ് തർക്കമുണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമോ മറ്റോ ഉണ്ടെന്നുള്ളത് അതിന്റെ വിവരങ്ങൾ അറിയേണ്ടി വരും. പോലീസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശശിനാരായണൻ ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് ശശിനാരായണൻ? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഒരാൾ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ളത്. സംഭവം പത്തനംതിട്ട കളഞ്ഞൂർ ഒന്നാം കുറ്റിയിലാണ് ഇത്തരത്തിൽ ഒരു മദ്യപാനത്തിന്റെ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. അത് കഞ്ചക്കോട് സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. ഈ മനു ഇന്നലെ രാത്രി സുഹൃത്തായ ശിവപ്രസാദിന്റെ വീട്ടിൽ ഇന്നലെ രാത്രി എത്തുകയും അവിടെ വെച്ച് ഇവർ തമ്മിൽ ചില വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. മദ്യപിച്ചതിന് ശേഷം ചില വാക്കുതർക്കം ഉണ്ടാകുന്നു. അതിനുശേഷമാണ് മനു കൊല്ലപ്പെടുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യമുള്ളത്, ഈ ശിവപ്രസാദ് വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന സമയത്ത് തന്നെ രാത്രി തന്നെ ശിവപ്രസാദ് തൊട്ടടുത്ത പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ പോയി ഈ വിവരങ്ങൾ പറയുന്നു. വീട്ടിലിങ്ങനെ മനു വന്നിട്ടുണ്ട്, ചില തർക്കങ്ങളുണ്ടായി, എന്തായാലും ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായി, അദ്ദേഹം ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പറെ ധരിപ്പിച്ചു. തുടർന്ന് ഇവര് പഞ്ചായത്ത് മെമ്പറുടെ സ്ഥാനത്തിൽ മനുവിനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ആ മരണം സ്ഥിരീകരിച്ച സമയം തന്നെ മനുവിന്റെ സുഹൃത്തായ ശിവപ്രസാദ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് ശിവപ്രസാദിനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ശിവപ്രസാദിന്റെ വീട്ടിലുള്ള സ്ഥലത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് പണിയുന്നതിന് വേണ്ടി അവിടെ സ്ഥലം നിരപ്പാക്കാൻ ഹിറ്റാച്ചിയുമായിട്ടാണ് മനു ഇന്നലെ രാത്രിയിൽ എത്തിയത്. ആ പണികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇവർ ഒന്നിച്ചിരുന്ന് മദ്യപിച്ചത്. മദ്യപിച്ചതിന് ശേഷം ചില തർക്കങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അത് അടിപിടിയിൽ കലാശിക്കുകയും തുടർന്നാണ് ഇത്തരത്തിൽ മനു കൊല്ലപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. രണ്ടുപേരും സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിച്ചവരുമാണ്. ഈ ശിവപ്രസാദിന്റെ വീട്ടിൽ മറ്റ് അമ്മയോ സഹോദരങ്ങളോ ആരും ഉണ്ടായിരുന്നത്. അവര് വിദേശത്താണ്. ശിവപ്രസാദ് തനിച്ചാണ് താമസിക്കുന്നത്. ആ വീട്ടിലാണ് മനു വന്നത്. എന്തായാലും അങ്ങനെ തർക്കത്തിനിടയിലാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ശിവപ്രസാദിനെ അന്വേഷിച്ച് ശിവപ്രസാദിനെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 12 മണിയോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചയോടുകൂടിയാണ് പോലീസ് ഇക്കാര്യം വിവരം അറിയുന്നത്. ശിവപ്രസ്ഥാനത്ത് ഈ വീട്ടിലെ ഉടമസ്ഥനായ ശിവപ്രസാദിനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. കലഞ്ഞൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്.